എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ സരുവിന്റെ അടുത്തേക്ക് ജ്യൂസൊക്കെ ആയിട്ട് ശാരി ചെല്ലുവാണ്. അപ്പൊ ശാരിയോട് ചോദിച്ചു, അല്ല അമ്മ എന്തിനാ എനിക്ക് എപ്പോഴും ഇങ്ങനെ ജ്യൂസൊക്കെ കൊണ്ടു തരുന്നത്? ഈ ഇടയായിട്ട് എന്താണെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് എന്നോട് പ്രത്യേക ഒരു സ്നേഹമാണല്ലോ. എപ്പൊ നോക്കിയാലും ഇങ്ങനെ ഓരോ സാധനം കൊണ്ടേ തന്നോണ്ടിരിക്കും. ദേ എന്റെ വയറ്റ് വലുത് കുഞ്ഞങ്ങോട് വലുതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ എന്ന് പറയണേ. അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ, ഈ സമയത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കണം, പിന്നെ മനസമാധാനം വേണ്ടുന്ന സമയം. എന്നിട്ട് മോള് ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഇതിന് ഈ അമ്മ കൂടെയില്ലേ, ഈ ജ്യൂസൊക്കെ കുടിക്കാൻ പറയണം. അല്ലാതെ മോളോട് എനിക്കറിയാലോ എപ്പോഴും ഇതേപോലെ തന്നെ സ്നേഹമുള്ളത്, പിന്നെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഇച്ചിരി സ്നേഹം കൂടുതല, അതുകൊണ്ടാ എന്ന് പറയാം. പെട്ടെന്ന് സരി പറഞ്ഞു, ഇപ്പൊ മനുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മനുവേട്ടനും കൂടെ കുറച്ച് കൊടുക്കാമെന്ന് പറയാം. ഈ പറഞ്ഞ എന്തിയെ മരുമോൻ എന്തിയെന്ന് ചോദിക്കാൻ. എന്താണെന്നറിയില്ല, മനുവേട്ടനാണെങ്കിൽ കുറച്ച് ആൾക്കാരെ കാണാൻ പോയേക്കുക. ഈയിടെയായിട്ടുള്ള ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഓട്ടോ അലച്ചിലും അല്ലേ. എത്രയും പെട്ടെന്ന് ഇനി അമേരിക്കയ്ക്ക് പോകണം. മനുവേട്ടൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവതാളത്തില്ല. അപ്പൊ അവരിങ്ങോട്ട് വന്നപ്പോ അവരുമായിട്ട് എന്തോ മീറ്റിംഗ് ചർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി പോയേക്കുന്നു. ഓ ശരി, ഇനിയിപ്പോ ഏക പ്രതീക്ഷ നമ്മുടെ മരുമോൻ മാത്രമാ. ഇനിയിപ്പൊ എന്നെയും കൂടെ കൊണ്ടുപോയിരിക്കില്ലേ? ഞാൻ അവിടെ വന്ന വല്ല കുഞ്ഞിനെ നോക്കിയാള് നിന്നോളാം അമേരിക്കയിൽ വന്നിട്ട്. അതിപ്പോ പ്രത്യേകിച്ച് പറയാനുണ്ടോ അമ്മേ? അല്ല അച്ഛന്റെ സ്ഥിതിഗതികളൊക്കെ എനിക്ക് അറിയാലോ മോളെ. ഇപ്പൊ അച്ഛനെ കൊണ്ട് ഇനിയിപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുള്ളൂ. കുഴപ്പമില്ല, നാളെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ സത്യങ്ങളൊക്കെ അറിയാലോ. എല്ലാ കാര്യത്തിന്റെ തീരുമാനം ആവുന്നു പറയാണ്. നാളെ കഴിഞ്ഞാലോ? നാളെ എന്താമ്മേ പ്രത്യേകത? അല്ല മോളെ, ഞാനങ്ങോട്ട് പറഞ്ഞതാ. ഇനിയിപ്പം ഓരോ കാര്യങ്ങളങ്ങ് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേ, ഓ രൂപാന്റിയുടെ കാര്യമൊക്കെ ഓർത്തിട്ടായിരിക്കും, അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും അല്ലേ. അപ്പൊ അവരെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നാളെ അറിയായിരിക്കും അല്ലേ നിൽക്കണം. അത് മോളെ, അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചേ എന്നും പറഞ്ഞ് ശാരി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം സാരി കൊടുത്ത് പാവം അമ്മ, തനിക്കും മനുവേട്ടനും ഈ കുടുംബത്തിനും വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു അങ്ങനെ ചിന്ത ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോ രാഹുൽ അറിഞ്ഞു, അല്ല നീ വന്നപ്പോ എനിക്കൊരു ഒരു ഗ്ലാസ് പാലുമായിട്ട് ഇങ്ങോട്ട് വരാൻ വരായിരുന്നു. നിൽക്കും പാലോ? അതെന്താ? എനിക്ക് ഈടായിട്ട് നല്ല ഉറക്കം കിട്ടുന്നില്ല, ഇച്ചിരി ഉറക്കക്കുറവുണ്ട്. പാല് പാല് കൊണ്ട് തരാത്തന്റെ കുഴപ്പമുള്ളൂ നിങ്ങൾക്കേ പാല് കൊണ്ട് കുടിച്ചിട്ട് പാലും പഴവും കുടിച്ച് അങ്ങ് സുഖിച്ച് കിടന്ന് നിങ്ങളിങ്ങനെ ഉറങ്ങണ്ടെന്ന് വേണം. അതെന്താ ശരി നീ അങ്ങനെ പറഞ്ഞ്? കുടിച്ച് ഉറങ്ങണ്ടാന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ട, അത്ര തന്നെ. ഇത്രയും നാളെ ശരി സുഖമായിട്ട് കിടന്ന് ഉറങ്ങില്ലേ, ആ ഉറക്കമൊക്കെ മതി എന്ന് പറയാണോ? ഓ ഇനിയിപ്പൊ ആരെങ്കിലും നിന്നോട് പറഞ്ഞാണോ എനിക്ക് പാല് നിങ്ങോട്ടെ തരണ്ടെന്ന്? ഓ നിന്റെ മരുമോൻ എന്ന് പറയുന്ന ഒരു തമ്പുരാനുണ്ടല്ലോ, അവനായിരിക്കും അല്ലേ നിൽക്കുകയാണ്. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, എന്ത് വേണം പറഞ്ഞു, പക്ഷെ എന്റെ മരുമോനെ കുറിച്ച് ഒരു അക്ഷരം പോലും നിങ്ങൾ മിണ്ടിപ്പോയേക്കരുത്. എന്താ അങ്ങനെ? മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. ശരിക്കും പറഞ്ഞാല് എന്റെ മോളും മരുമോനും ഉള്ളതുകൊണ്ട് മാത്രം ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നേനെന്ന് പറയാം. നിനക്കിത് എന്ത് പറ്റി ശാരീന്ന് ചോദിക്കണം. ദേ ഞാൻ പറഞ്ഞു മിണ്ടാൻ വരുമെന്ന്, ഇനി മിണ്ടിയിട്ടുണ്ടോ നിങ്ങളുടെ കഴുത്തി അടിച്ച് ഞാൻ കൊല്ലും ഞാൻ. ആകെപ്പാടെ മനുഷ്യന് സമനില തെറ്റി നടക്കുക. എന്നിട്ടാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭ്രാന്താന്ന്? അപ്പൊ ഇപ്പം കണ്ടിട്ട് നിന്നെ കണ്ട് നിനക്ക് ഭ്രാന്താന്നല്ലോ എനിക്ക് തോന്നേ. എനിക്ക് തോന്നുന്നുണ്ട് എനിക്കിപ്പോ ഭ്രാന്താന്ന്. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല, പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. അയാൾ നോക്കി കുത്തിയിരിക്കുന്നു പാല് കുടിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ശാരി ദേഷ്യപ്പെട്ട് കട്ടിലേക്ക് കയറി ഇരിക്കുവാണ്. പക്ഷെ ശാരിക്ക് അങ്ങോട്ട് ഉറങ്ങാനോ കിടക്കാനോ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ശാരി അവിടെ ഇരിക്കുവാണ്. രാഹുലിന് ഉറക്കം വന്നില്ല. രാഹുൽ ഏറ്റവും മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോ സരിവ് പോയി കഥ തുറക്കുക. മനോഹറായിരുന്നു. മനോഹരനെ കണ്ടപ്പോഴത്തേനും സരി പെട്ടെന്ന് മുഖം തിരിച്ചു. എന്ത് പറ്റി, ഇവള് പിണങ്ങിയിരിക്കുവാണോ എന്തോ, കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ആ ഒരു ടെൻഷനായിരുന്നു മനോഹരന്റെ ഉള്ളില്. എന്ത് പറ്റി മോളു, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? എന്താ മനുവേട്ടൻ എത്ര താമസം? അത് പിന്നെ മോളു, ഞാൻ പറഞ്ഞിട്ടില്ലേ കുറെ ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ. എത്ര രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നേ? അല്ല ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു മനുവേട്ട. പിന്നല്ലാതെ എത്ര കൺട്രീസാ വന്നേക്കെന്നറിയാവോ? കൺട്രീസോ? അല്ല എത്ര കൺട്രീസുകളിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നേ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് പറയാം. പെട്ടെന്നാണ് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് രാഹുൽ വരുന്നേ. അല്ല ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന മരുമേനെ നിൽക്കുക, അത് പിന്നെ പറയാനുണ്ടോ അമ്മായിച്ച? അപ്പൊ ഉഗാണ്ടയിൽ നിന്നും വന്നു കാണുമായിരിക്കുമല്ലോ. അത് പിന്നെ എന്താ, ഉഗാണ്ടയിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു പറയണം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടോ നിന്റെ അഭിനയം. എന്റെ മോളെ പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുക ഓരോ ദിവസം. പെട്ടെന്ന് സരിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മനുവേട്ടാ, മനുവേട്ട നോക്കി നടക്കുന്ന ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കാര്യം ഈ അച്ഛന് കൊടുക്കുക. ഈ അച്ഛന്റെ തലയുടെ ഓളം ഒന്നും മാറിക്കിട്ടും. ഇപ്പൊ ഒന്നും ചെയ്യാനില്ലാത്തോണ്ടാ അച്ഛൻ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണേ. അല്ല അപ്പൊ നീ എനിക്ക് ഏത് രാജ്യത്ത് തരാനായിട്ടാ മരുമോനെ ഇരിക്കുന്നേ? ഉഗാണ്ട ബിസിനസ് ഉണ്ടെങ്കിൽ അവിടുത്തെ തന്നാ മതി എന്ന് പറയാം. ആ അതെ അതെ, അവിടെ എനിക്കുണ്ട്. അവിടെ നല്ല ക്യാഷ് നട്ടിന്റെ ബിസിനസ് ഉള്ളതെന്ന് പറയാം. ഓ അപ്പൊ നീ അവിടെ അങ്ങനത്തെ ബിസിനസ് ആയിരിക്കും നടത്തുന്നില്ലേ? കൊള്ളാം. നീ ഇനിയിപ്പൊ അവിടെ എന്താ പാട്ട് പാടിയായിരിക്കും ബിസിനസ് നടത്തുന്നല്ലേന്ന് ചോദിക്കണേ. പാട്ട് പാടിയ ബിസിനസ് നടത്തും, പക്ഷെ ഞാനല്ല. അച്ഛനറിയാം മറ്റേ
ആകാശത്ത് ഇപ്പൊ ഈ മഴയാണെങ്കിൽ പോലും താരകങ്ങൾ അധികം ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് രാഹുലിനെ കത്തി. ഇവൻ അങ്ങോട്ടാണല്ലോ നേരെ പ്ലേറ്റ് തിരിച്ചു വിടുന്നത്. സരി ചോദിച്ചു, അതെന്താ മനുവേട്ട അങ്ങനെ പറഞ്ഞ? താരങ്ങൾ അല്ല, ഈ താരകങ്ങളൊക്കെ ഉണ്ടാകുന്നാളെ, ഈ താരകം അങ്ങനെ പറഞ്ഞാന്നു. ഓ അങ്ങനെ. ഈ മനുവേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞാല് ഈ സമയത്ത് രാഹുൽ പറഞ്ഞു, അതേടാ നീ എനിക്കിട്ടുള്ള പണി തരാനായിട്ടാണ് ശ്രമിക്കുന്നത് എനിക്കറിയാം. പെട്ടെന്ന് ശാരി അങ്ങോട്ട് ഇറങ്ങി വന്നു. അല്ല മനുമോൻ ഇപ്പോഴാണ് വരുന്നതെന്ന് നിൽക്കണം. അല്ലമ്മേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന് നോക്കാൻ പോയതാന്ന് പറയാം. ഇനി ഏക പ്രതീക്ഷ മോൻ മാത്രമേ ഉള്ളൂ. മോനും കൂടെ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. ഞാൻ അവിടെ എവിടെയായാലും എങ്ങനെയാലും താമസിച്ചോളാം, നിങ്ങളെ മക്കളെ നോക്കിയാണ് താമസിച്ചോളാം എന്ന് പറയാം. അതിനെന്താ അമ്മേ, അതിനിപ്പോ ഇത്ര പറയാനുണ്ടോ? അമ്മേനെ ഉറപ്പായിട്ടും കൊണ്ടുപോകുന്നു പറയാം. ഓ ഇപ്പൊ നോക്കിയിരുന്നോ, എപ്പാ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി. പെട്ടെന്ന് ചാരി പറഞ്ഞു, നിങ്ങളുടെ നാവൊന്നും അടക്കുന്നുണ്ടോ മനുഷ്യ? ഇനി നിങ്ങളുടെ നാവ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാവ് ഞാനും കൂടെ പിഴുതെടുക്കും. അങ്ങേർക്ക് തലയ്ക്ക് പ്രാന്താ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് രാഹുൽ, നീ എന്തറിഞ്ഞിട്ടാ ശാരി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം നിങ്ങൾ എന്താ കാണിക്കണേ. അതുകൊണ്ട് എന്റെ സമ്മതം തെറ്റിക്കാതെ കയറി പോകുന്ന നിങ്ങൾക്ക് നല്ലതെന്ന് പറയാം. ശാരിയുടെ ഈ ഭാവമാറ്റമൊക്കെ കണ്ടിച്ചപ്പം മനോഹർ എടുത്തു, അമ്മയ്ക്ക് എന്തോ ഒരു കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ കാര്യമാണല്ലോ. തന്നെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ. സമാധാനമുണ്ട്. ബാമ്പോളൂ നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കയറി പോവാണ്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ചാരു പറഞ്ഞു, നിനക്ക് നാണമില്ലേ? മരുമോനെ കേൾക്കില്ല ഇങ്ങനെ പറയാനാ. ആകെപ്പാടി ഇനി കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ അവനാ. അവനും കൂടെ മോളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുവഴി ആകത്തുള്ളൂ. എന്റെ മോളുടെ ജീവൻ നശിക്കും. ഓ അപ്പൊ ഇത്രയും നാളും നശിച്ചിട്ടില്ലെന്നാ വിചാരം. നീ നിന്റെ പേരക്കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും അല്ലേ? വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്താ കാത്തിരുന്നാ കുഴപ്പം? ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം, അമേരിക്കയ്ക്ക് പോകുന്ന വല്ല സ്വപ്നം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാൻ പറയാം. നിങ്ങൾക്ക് എന്താ മനുഷ്യ, നിങ്ങൾക്ക് എന്നെ ചൊറിയുന്നുണ്ടോ? ദേ എന്റെ വായിന്ന് വല്ലതും കേൾക്കരുത്. എപ്പം നോക്കിയാലും നിങ്ങൾക്ക് എന്റെ മരുമാനെ കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെട്ടിക്കൊന്നിട്ടാണല്ലോ ശരി, ഞാൻ എൻ്റെ മോൻ്റെ മോളുടെയും കൂടി ഞാൻ അമേരിക്കയ്ക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ ഗതി പിടിക്കുവല്ല. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ശരി നീ പറഞ്ഞുകൊണ്ടിരുന്നേ. ഓ അതൊക്കെ മുമ്പ്, ഇപ്പോഴങ്ങനെയൊന്നും അല്ലാന്ന് പറയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ ഉറങ്ങാൻ കിടക്കണം. പിറ്റേ ദിവസം രാവിലെ ശാരി എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞ് വന്ന് നേരെ പോകാൻ തുടങ്ങണം. ഈ സമയത്ത് രാവിലെ നീ എങ്ങോട്ടെങ്കിലും പോവാണ് നിൽക്കും. അതെ പോവാണ്. ഞാൻ എങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കുകയാണ്. അല്ല പോകുമ്പോൾ നീ ആ മുടിയൊക്കെ ഈരി വെച്ചിട്ട് പോരെ, നീ ഈ മുടി പോലും ഇല്ലാതെ എങ്ങോട്ടാ പോണേ? ഓ ഇനിയിപ്പോ മുടി ഈരിയാൽ എന്താ, ഈരിയില്ലെങ്കിൽ എന്ത്, എന്റെ ജീവിതമൊക്കെ ഏകദേശം തീർന്നാന്ന് പറയും. എന്താ ശരി ഇപ്പൊ എന്റെ ഭ്രാന്ത് നിനക്കാണോ പിടിച്ചെന്ന് ചോദിക്കും. അതെ നിങ്ങളുടെ ഭ്രാന്ത് എനിക്കാ പിടിച്ചേ, അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് അറിയില്ല. ഇന്ന് ഞാനൊരു വഴിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഇത്രയും കാലം ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ചെവിയെ നുള്ളി വെച്ചോ. ഞാൻ പോയിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പോന്നേ. ആ കാര്യങ്ങൾ എന്തേലും അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവനോടെ വെച്ചേക്കില്ലെന്ന് പറയണം. ഇവൾക്ക് ഇത് എന്തു പറ്റി, എന്തോ മാറ്റം ഉണ്ടല്ലോ. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, നീ എന്താ ശരി ഇങ്ങനെയൊക്കെ പറയണേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. നീ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച പെണ്ണായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വന്നു നിന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു ഭാഗ്യമാണ് എന്നെ പോലെ ഒരുത്തിനെ കിട്ടിയത്. അതെ ഭാഗ്യമായിരുന്നു, അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ നീ പറയണേ. ഇപ്പൊ നീ എന്നെ കെട്ടിയതുകൊണ്ട് കഷ്ടകാലമാണെന്നല്ല പറയുന്നത്. നിന്റെ വീട്ടുകാരെയൊക്കെ കര പിടിപ്പിച്ച ആരാ? ഞാനായിരുന്നല്ലോ. അന്നൊക്കെ നീ പറഞ്ഞോണ്ടിരുന്ന ഞാൻ വലിയ മഹാനാന്നാ. ഇപ്പൊ ആ നാവ് കൊണ്ട് തന്നെ നീ പറയണത് ഞാൻ കൊള്ളരുതാത്തവനാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കണമെന്ന് പറയണം. നിങ്ങളെ എന്നെ ദേഷ്യം പിടിപ്പിക്കാനാ. ഇത് കൂടുതൽ ഞാൻ നിങ്ങളോട് ഒന്നും പറയാനില്ല. ഞാൻ പോയിട്ടിങ്ങ് വരട്ടെ. ഇതിനുള്ള മറുപടി അപ്പം നിങ്ങൾക്ക് ഞാൻ തന്നോളാം. എനിക്ക് ആ പടം ഞാൻ അടിമുടിയാൻ പെരുത്തി നിൽക്കുക. ചില സത്യങ്ങളൊക്കെ എനിക്ക് അറിയാനുണ്ട്. നീ എന്ത് സത്യങ്ങൾ അന്വേഷിക്കാൻ പോവാം? ഓ ഇനിയിപ്പോൾ രൂപയുടെ വീട്ടിലേക്ക് പോകാനായിരിക്കും. അവിടെ ചെന്ന് നിനക്ക് എന്ത് കണ്ടുപിടിക്കാനാ? അവിടെ ചെന്ന് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനൊന്നുമില്ല. നീ നിന്റെ പണി നോക്ക് ശാരി എന്ന് പറയണം. ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് ശാരി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് മനോഹറും സരിയും കൂടെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശാരി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അല്ല അമ്മ ഇതെങ്ങോട്ടാ എത്ര നേരത്തെ? അല്ല എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് മോളെ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയണം. ഓ ശരി. അല്ല മോനിവിടെ കാണത്തില്ല എന്ന് ചോദിക്കണം. ഞാൻ കാണുമേ. ഇനിയിപ്പോൾ ബിസിനസ് ഒക്കെ ഇനിയിപ്പോൾ കുറച്ചു നാളത്തിന് മാറ്റി വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇപ്പം ഇവള് പ്രഗ്നന്റ് ആണല്ലോ. ഇവള് പ്രഗ്നന്റ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പം ബിസിനസ്സിൽ ഇപ്പം ഞാൻ ഈ ഓട്ടോ ബാച്ചലും തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചാൾ മാറ്റി വെച്ച് വീട്ടിൽ തന്നെ നിന്നാലോ എന്ന് ആലോചിക്കുക. പെട്ടെന്ന് ശാരി പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ, അതൊന്നും കുഴപ്പമില്ല. മോൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ, ഇവളെ നോക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ, ഇവളുടെ കാര്യങ്ങളൊക്കെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. അതൊക്കെ ശരിയാ. പെട്ടെന്ന് സരിയ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. 9 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഭയങ്കര പ്രശ്നമാണെന്നാ പറയുന്നത് കേട്ടെ. കാരണം അവിടെ പോയി പ്രസവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞേ. അതാണോ? അതൊന്നും കുഴപ്പമില്ല മോളു, നമുക്ക് പോവാലോ എന്ന് പറയണം.
ഇപ്പൊ ഈ തിരക്കൊന്ന് കഴിയട്ടെ, തിരക്ക് കഴിയുമ്പോൾ നമുക്കും കൂടെ പോകാന്ന് പറയാം. ശാരിയൊക്കെ ഇത് നോക്കണ്ടിരിക്കുക. ഭാവം, എൻ്റെ മോള് ഇന്ന് താനാ സത്യം അറിയാൻ പോണം. തൻ്റെ മോളെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും കാലം ഓമനിച്ച് വളർത്തിയതാ താരെ അങ്ങനെ സ്ത്രീയുടെ മോളെന്നങ്ങനെ അറിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മരുമോൻ പാവം, അവനെയൊന്നും അറിയത്തില്ല. അവനെപ്പോലെ ഒരു മരുമോനെ കിട്ടിയതാ തൻ്റെ ഭാഗ്യമായിട്ടുള്ളത്. പെട്ടെന്ന് മനോഹർ ചോദിച്ചു, അല്ല അമ്മയുടെ മുഖത്ത് എന്താ ഒരു വിഷമം? എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ. ഒന്നുമില്ല മോനെ, സത്യം പറ മോനെ, എന്താ കാര്യം? അല്ല എന്താ അമ്മ കാര്യം എന്ന് ചോദിക്കുക. ഇല്ല മോനെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഓ, ചിലപ്പോൾ ആ രൂപാൻ്റെയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. അമ്മ അതേക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. അതോ ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാണോ? അച്ഛന് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നേ. അച്ഛൻ പഴയ പോലെ നല്ല ഊർജ്ജസ്വലനായിട്ട് വരും. അമ്മ ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ടാന്ന് പറയണം. ചാരിക്ക് ഇതും കൂടെ കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് സരുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറി. എന്താ അമ്മ കരയണേ? അല്ല, ഞാനിന്നൊരു വഴിക്ക് ഇറങ്ങുമല്ലേ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധിക്കുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരാമെന്ന് പറയണേ. ശരി അമ്മ, പോയിട്ട് വരാൻ പറഞ്ഞ് ശാരിനെ യാത്രയാക്കുകയാണ്. പോകുന്ന സമയത്തും ശാരി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. മനോഹർ ചോദിച്ചു, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ സരു? ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അച്ഛനെ കുറിച്ച് ഓർത്തായിട്ടായിരിക്കും. ശരിയാ, നിന്റെ അച്ഛനെ മുഴുപ്പിരാന്നാണല്ലോ. പാവം നിന്റെ അമ്മ എന്തുമാത്രം സഹിക്കുന്നുണ്ടെന്നറിയാവോ? പെട്ടെന്ന് സരി പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകണം. അമ്മേനെയും കൊണ്ടുപോകണം. എങ്കിൽ മാത്രം അമ്മയുടെ മനസ്സിനും എൻ്റെ മനസ്സിനും ഒക്കെ സമാധാനം ആവത്തുള്ളൂ എന്ന് പറയാം. അതെന്താ മോളൂ, നമുക്ക് അങ്ങോട്ട് പോയേക്കാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.